നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് തട്ടിയെടുത്തത് 40 ലക്ഷത്തോളം രൂപയാണ്. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച 69 ലക്ഷം തട്ടിയെടുത്തുവെന്നാണ് പരാതി. ഡിജിറ്റൽ ഇടപാടുകളുടെ രേഖകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു. ഒളിവിൽ കഴിയുന്ന പ്രതി ദിവ്യയ്ക്കായുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കി. ഇന്നലെ 2 പേർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയിരുന്നു. കേസെടുത്തതിന് പിന്നാലെ 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇന്നലെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികൾ കൂടിയായ വിനീതയും രാധാകുമാരിയും ഹെൽമറ്റ് ധരിച്ചാണ് തിരുവനന്തപുരം ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തി കീഴടങ്ങിയത്. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്ക് വേണ്ടി ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ദിയ കൃഷ്ണയുടെ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതികൾ പണം തട്ടിയതായി കണ്ടെത്തിയിരുന്നു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സൈബർ തെളിവുകളുമാണ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചത്. ദിയ കൃഷ്ണയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ജീവനക്കാരികളായിരുന്നു. ഈ സമയത്താണ് തട്ടിപ്പ് നടന്നത്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് അടുത്ത ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കും പണം പോയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുള്ളത്. കസ്റ്റഡി എടുക്കുന്ന പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ബാക്കി തുക എങ്ങനെ ആരുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് കണ്ടെത്താനാകുമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.